ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മാസ്ക് സ്റ്റിച്ചിങ് ആണ്. ഇത് ഫുൾ കവേർഡ് മാസ്ക് ആണ്. അപ്പം നമുക്ക് കോവിഡിൽ നിന്ന് മാത്രമല്ല സൺ പ്രൊട്ടക്ഷനും ഉള്ളൊരു മാസ്ക് ആണ് ഇത്. പിന്നെ നമുക്ക് ടു വീലറിലൊക്കെ പോകുന്നവർക്കും ഒക്കെ ആണെങ്കിൽ വെക്കാൻ വേണ്ടി പറ്റിയൊരു മാസ്ക് ആണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് കാണാം. നമ്മൾ മാസ്ക് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലോത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 38x25 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്ന ക്ലോത്താണ്. 38x25 ഇഞ്ച് എന്ന അളവിൽ 2 ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. 38x25. അപ്പം നമ്മുടെ ആ 38x25 എന്ന ഇഞ്ചിലുള്ള ആ പീസിനെ നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിടണം. അപ്പം ഇതാണ് നമ്മുടെ ആ പീസെന്ന് വെക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് നീളം, ഇത് വീതി. നമ്മൾ അതിൻ്റെ വീതിയെ ആദ്യമേ പകുതി ഒന്ന് മടക്കുക. വീതി ഇങ്ങനെ നടുവേ ഒന്ന് മടക്കിയിട്ട് ഇനിയും ആ നീളത്തിനെ നമ്മൾ നടുവേ ഒന്ന് മടക്കുക. വീതിയെ നടുവേ മടക്കുക. ആ നീളത്തിനെ ഇങ്ങനെ മടക്കി എടുക്കുക. മനസ്സിലായല്ലോ അല്ലേ? ആദ്യമേ നമ്മൾ വീതിയെ നടുവേ മടക്കുക, പിന്നെ ആ നീളത്തിനെ നടുവേ മടക്കി ഇങ്ങനെ ഇടുക. അപ്പം നമ്മളിത് അങ്ങനെ മടക്കി എടുത്തേക്കുന്ന പീസാണ്. ഇതിൻ്റെ ഇവിടെ ഫോൾഡാണ്, ഇവിടെയും ഫോൾഡാണ്, ഈ അടിവശം ഫോൾഡാണ്, ഈ വശം ഓപ്പണാണ്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. മുകളിലത്തെ ആ ഫോൾഡിൽ നിന്ന് നമുക്ക് താഴോട്ട് ഒരു 6 ഇഞ്ച് എടുക്കാം. ഇങ്ങനെ ഒരു 6 ഇഞ്ച് എടുക്കുക, അതിനെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ച്. താഴത്തെ അതും 2.5 ഇഞ്ച്. ഇനി ഇത് തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ച്. ഇത് 2.5, ഇത് 2.5, ഇങ്ങനെ നടുവേ വരുന്നത് 1.5 ഇഞ്ച്. ഇനി നമ്മൾ ആ വരച്ച് വെച്ചിരിക്കുന്ന അതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പം നമ്മുടെ ആ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് നമ്മൾ ആ വരച്ച് കൊടുത്ത് കട്ട് ചെയ്യേണ്ടത്. ബാക്ക് വശം നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല, മറന്നു പോകരുത്. ആ ഫ്രണ്ട് വശം മാത്രം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പം വേണ്ട നമ്മളതിനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ആ ഫ്രണ്ട് പോർഷൻ മാത്രം. അപ്പം നമ്മൾ ഇതിൻ്റെ 2 പീസ് വേണമെന്ന് പറഞ്ഞില്ലേ ഈ ഒരളവിലുള്ളത്, അത് രണ്ടും ഒന്നിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇത് ഇടുമ്പം ഫസ്റ്റ് നമ്മുടെ ഏതാണോ ഫ്രണ്ടിൽ നമുക്ക് വരേണ്ട ആ പീസ് അതിൻ്റെ നല്ല വശം ഇടുക. എന്നിട്ട് നമ്മൾ അടിയിലോട്ട് പോകുന്ന ആ പീസിനെ എടുത്ത് മണ്ടേ വയ്ക്കുക. എന്നിട്ടാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ നമുക്ക് അതിൻ്റെ ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ അത് ചുറ്റും ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും ആ സൈഡ് വശം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ 4 വശത്തും വരുന്ന ആ കോണായിട്ട് വരുന്ന ആ ഭാഗവും കട്ട് ചെയ്യണം.
അപ്പം നമ്മൾ ആ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്രണ്ടിലത്തെ പീസിനെ ആ ഓപ്പൺ വരുന്നതിൻ്റെ കൂടെ ഇങ്ങനെ അകത്തോട്ട് ഇറക്കി കൊടുക്കുക. അപ്പം വേണ്ട നമ്മൾ അതിനെ അകത്തോട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡൊക്കെ നന്നായിട്ട് വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരേക്കും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരാനുണ്ട്. അപ്പം വേണ്ട നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ 4 സൈഡും ഒന്ന് അടിച്ചു കൊടുക്കാം. അതിനു വേണ്ടി ഒന്ന് ഇങ്ങനെ മടക്കുക, എന്നിട്ട് അതിനെ ഒന്നും കൂടി അകത്തോട്ട് മടക്കുക, എന്നിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോഴത്തേട്ട് നമ്മൾ ആ 4 വശവും മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ 2 പീസ് വേണം. ഇതിൻ്റെ നീളം 28ഉം വീതി 1.5 ഇഞ്ചുമാണ്. അതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി അപ്പുറത്തെ വശം ഒന്ന് മടക്കി ഇനി അതിനെ ഒന്ന് നടുവേ മടക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കുക. 2 പീസിനെയും ഇങ്ങനെ അടിച്ചെടുക്കുക. നമ്മളങ്ങനെ 2 പീസും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് അടിച്ച് വെച്ച ആ പീസിലോട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ആ ഓപ്പൺ വരുന്നില്ലേ, അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് നീക്കി അതിനെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അതിനെ ഇങ്ങോട്ടൊന്ന് തിരിച്ചിടുക. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടി അടിച്ചു കൊടുക്കുക. ഒരു 2-3 അടുപ്പ് അടിക്കണം. അപ്പോൾ അടിച്ച് ആ പീസിൻ്റെ അപ്പുറവശം പിടിച്ച് ഇത് ഇങ്ങോട്ടൊന്ന് മടക്കി വയ്ക്കുക. ഇതിൻ്റെ നേരെ ഇങ്ങനെ വയ്ക്കണം താഴെ. എന്നിട്ട് ഇതിനെ ഒന്ന് അടിക്കുക. എന്നിട്ട് അതിനെ ഇങ്ങോട്ട് തിരിച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ അടിക്കുക. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലൊക്കെ അപ്പുറത്തെ സൈഡും അടിച്ചെടുക്കുക. അപ്പം നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്.